ഹായ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് മേഡ് ഈസി ബൈ മേരി എം ജെ. ഇന്ന് നമ്മൾ +1 ചാപ്റ്റർ 16 പ്രോബബിലിറ്റിയുടെ ഫോക്കസ് ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ പ്രോബബിലിറ്റീസ് ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്, അതായത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, പിന്നെ പ്രോബബിലിറ്റീസ് ഓഫ് ദ ഇവൻറ്റ് എ ഓർ ബി, പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് നോട്ട് എ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബബിലിറ്റിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഇഫ് എ കോയിൻ ഇസ് ടോസ് 10 ടൈംസ്, ഒരു കോയിൻ ഒരു പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഔട്ട്കംസ് ഉണ്ടാവും? 2 ഔട്ട്കംസ് ഉണ്ടാവും. അതായത് 2 raised to 1 ഔട്ട്കംസ് അല്ലേ? ഇഫ് എ കോയിൻ ഇസ് ടോസ്ഡ് വൺസ്, if a coin is tossed once, അപ്പോൾ നമുക്ക് എത്ര ഔട്ട്കംസാ? ഹെഡ്, ടെയിൽ, അതായത് 2 raised to 1 ഔട്ട്കംസ് എന്ന് വെച്ചാൽ 2 raised to 1 എന്ന് ഇടാൻ കാരണം ഹെഡും ടെയിലും. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡോ ടെയിലോ ഏതെങ്കിലും ഒന്ന് വരും. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നതിൻ്റെ ഇതാണ് നമ്മളവിടെ റേസ് ടു പവറായിട്ട് എഴുതുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. അപ്പോൾ 2 raised to 1. അങ്ങനെയാണെങ്കിൽ ഇഫ് എ കോയിൻ ഇസ് ടോസ്ഡ് n ടൈംസ്, എത്ര ഔട്ട്കംസ് ഉണ്ടാവും? സാമ്പിൾ സ്പേസിനകത്ത് 2 raised to n. ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അതേപോലെ ഇഫ് എ ഡൈ ഇസ് ത്രോൺ, ഒരു പ്രാവശ്യം ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ 6 ഔട്ട്കംസ് ആണ്. If a die is thrown once, number of sample space is 6 raised to 1. 6 sample space എന്ന് പറയുന്നത് എന്തൊക്കെ നമുക്ക് ഔട്ട്കംസ് കിട്ടും ഒരു ഡൈ ത്രോ ചെയ്താൽ? 1 2 3 4 5 6. അതേപോലെ ഇഫ് എ ഡൈ is thrown n ടൈംസ്, എത്ര സാമ്പിൾ സ്പേസ് ആണ്? 6 raised to n. ആ പവറാണ് മാറുന്നത്. അപ്പോൾ 2 ടൈംസ് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 raised to 2 ഔട്ട്കംസ് ഉണ്ടാവും. അതേപോലെ ഡൈ 3 ടൈംസ് ത്രോ ചെയ്യുകയാണെങ്കിൽ 6 raised to 3. ഓക്കെ, ഇനി പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞുതരാം. എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഇ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു ഈക്വലി ലൈക്ലി, ഇ ബി എൻ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാം ഒരേ ചാൻസസ് ഓഫ് ഒക്കറൻസ് ആണ്, അല്ലാതെ ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് divided by total number of favorable outcomes അല്ലെങ്കിൽ number of events favorable to E, രണ്ടും സെയിം തന്നെ. number of events favorable to E divided by total number of events. Number of events favorable to number of favorable events divided by total number of events ആണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. ഇനി ഓരോ പ്രോബബിലിറ്റീസും, നമ്മളിപ്പോൾ ഏത് പ്രോബബിലിറ്റി കണ്ടാലും അതിൻ്റെ ആ പ്രോബബിലിറ്റീസ് ഒക്കെ ഗ്രേറ്റർ, എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈച്ച് പ്രോബബിലിറ്റിക്ക് നമുക്ക് പി ഐ എന്ന് എഴുതാം. ഈച്ച് പി ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരിക്കലും പ്രോബബിലിറ്റീസ് നെഗറ്റീവ് ആവില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1. അതായത് പി ഐ എന്ന് പറയുന്നതാണ് ഓരോ പ്രോബബിലിറ്റി. ഐക്ക് 1 2 3 എക്സെട്ര കൊടുത്താൽ സിഗ്മ, സം ഓഫ് ഓൾ ദ പ്രോബബിലിറ്റീസ്, ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ സം ആണ്, ഈസ് ഈക്വൽ ടു 1. പിന്നെ
അവിടെ നമുക്ക് ആവശ്യമുള്ളത് വാട്ട് ഇസ് പി ഓഫ് നോട്ട് ഇ. നോട്ട് ഇ എന്ന് പറയുമ്പോൾ നമുക്കതിന് ഇ കോംപ്ലിമെൻ്റ് എന്നും കൂടെ എഴുതാം. വാട്ട് ഇസ് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ്? പി ഓഫ് ഇ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ഇ ആണ്. കാരണം ടോട്ടൽ പ്രോബബിലിറ്റിയുടെ സമ്മ് 1 ആണ്. അപ്പോൾ പി ഓഫ് ഇ എന്ന് പറയുന്നതും പി ഓഫ് ഇ കോംപ്ലിമെൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 1 വരിക. ഒരു ഇവൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോബബിലിറ്റീസാണ് സമ്മ് 1 ആയിട്ട് വരിക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ്, ആ ഇവൻ്റ് അല്ലാത്ത വേറൊരെണ്ണത്തിൻ്റെ കോംപ്ലിമെൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് ഇ. എ ആണ് ഇവൻ്റ് എന്ന് വെച്ചാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ ഇതിന് നമ്മൾ പി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ. ഇനി നമുക്ക് എഡീഷൻ തിയറം പഠിക്കാനുണ്ട്. എഡീഷൻ തിയറം. എഡീഷൻ തിയറത്തിലാണ് പി ഓഫ് എ യൂണിയൻ ബി അല്ലെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ്, പി ഓഫ് എ ഓർ ബി, പി ഓഫ് ഇ ഓർ എഫ്, ഓറിനാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാദ്യം നമ്മൾ ഇ ആൻഡ് എഫ് ആർ 2 മ്യൂച്വലി ഇവൻസ് ആണെങ്കിൽ, ഇഫ് ഇ ആൻഡ് എഫ് ആർ 2 മ്യൂച്വലി exclusive events. അപ്പോൾ ഇ ആൻഡ് എഫ് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. 2 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും ഇയും എഫും. അതിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും, അതിൽ കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ 2 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും. ഇതൊന്ന് ഇയും ഇത് എഫും കണ്ടോ. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ട് ഒന്നും വരുന്നില്ല. അതിനാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് പി ഓഫ് ഇ ഓർ എഫ്? പി ഓഫ് ഇ ഓർ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ യൂണിയൻ എഫിനാണ് നമ്മൾ പി ഓർ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് അല്ലെങ്കിലോ, ഇഫ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇഫ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ ഓർ എഫ് അല്ലെങ്കിൽ ഇ യൂണിയൻ എഫ് എന്ന് പറയുമ്പം പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അത് ഡിസ്ജോയിൻ്റ് അല്ല, എന്തെങ്കിലും കോമൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കോമൺ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ മാറ്റം വരുത്തും. പി ഓഫ് ഇ യൂണിയൻ എഫ് എന്താവും? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ആ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാവുന്ന കുറച്ച് ഫോർമുലാസ് ഞാൻ പറഞ്ഞുതരാം. പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് എന്ന് വെച്ചാൽ എന്താ? ദിസ് മീൻസ് പി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ കോംപ്ലിമെൻറ്റ്, ഇ അല്ല, നോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ കോംപ്ലിമെൻറ്റ്. പിന്നെ ആൻഡ് വരുന്നത് കൊണ്ട് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഇത് നമ്മൾ സെറ്റ്സിൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഒരു ഡി മോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റിന് നമുക്ക് ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഡി മോർഗൻസ് ലോ വെച്ച് ചെയ്യുമ്പോൾ ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ആയിട്ട് മാറും ഇത്. ഇനി പി ഓഫ് ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ്. പി യൂണിയൻ എഫിൻ്റെ പ്രോബബിലിറ്റി കണ്ടിട്ട് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് കിട്ടും. പിന്നെ വാട്ട് ഇസ് പി ഓഫ് ഇ ബട്ട് നോട്ട് എഫ്? ഇ ബട്ട് നോട്ട് എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ഇ ബട്ട് നോട്ട് എഫ്, ഇ ആണ് പക്ഷെ എഫിലില്ല, എഫ് ഇതിനകത്ത്. അപ്പോൾ പി ഓഫ് ഇന്ന് എഫിൻ്റെ ആ ഇൻ്റർസെക്ഷൻ പാർട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് പി ഓഫ് ഇ ബട്ട് നോട്ട് എഫ് കിട്ടും. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കാം. A card is drawn from a well-shuffled pack of 52 cards, 52 playing cards. What is the probability of getting a red card or a king? What is the probability of getting a red card or വരുമ്പോൾ യൂണിയൻ ആണ് or a king? ഇപ്പോൾ യൂണിയൻ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഫോർമുല പഠിച്ചേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഇൻ്റർസെക്ഷൻ കിങ്. അതായത് കോമൺ ആയിട്ടുള്ള ഭാഗത്തിനെയാണ് അത് പറയുന്നത്. ഇനി റെഡ് കാർഡ് കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി, റെഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു 52 പാക്ക് ഓഫ് കാർഡ്സ് ആണ് 52 കാർഡ്സ്. അതിനകത്ത് നിന്ന് പകുതി ബ്ലാക്ക് കാർഡ്സും പകുതി റെഡ് കാർഡ്സും ആയിരിക്കും. അപ്പോൾ ഇവിടെ റെഡ് കാർഡ്സ് എത്ര ഉണ്ടാവും? 26 റെഡ് കാർഡ്സ് ആണ് ഉണ്ടാവുക. 52ൻ്റെ പകുതി 26 ആണല്ലോ. അപ്പോൾ 26/52 പ്ലസ് എത്ര കിങ് കാർഡ്സ് ഉണ്ടാവും? കിങ് എല്ലാത്തിലും ഓരോ കിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ 4 കിങ്സ് ഉണ്ടാവും ഡിവൈഡഡ് ബൈ 52 മൈനസ് റെഡും ആയിരിക്കണം കിങ്ങും ആയിരിക്കണം. അങ്ങനെ എത്ര കാർഡ്സ് ഉണ്ടാവും? റെഡ് കാർഡ്സ് 26 ഉണ്ട്, പക്ഷേ കിങ് കാർഡ്സ് അതിൽ 2 എണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ റെഡ് കിങ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? റെഡ് കിങ് ആയിട്ട് വരുന്നത് ഒന്ന് ഡയമണ്ട് കിങ് വരും, അത് റെഡാണ്. ഒന്ന് ഹാർട്ടിൻ്റെ കിങ്ങും വരും. അങ്ങനെ 2 എണ്ണേ റെഡ് കിങ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ 2/52. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20 എല്ലാം ഡിനോമിനേറ്റേഴ്സ് 52 ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. 30 - 2 that is 28. 28 divided by 52. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാം. കോമൺ ആയിട്ട് അവിടെ 4 കോമൺ ആണ്. 4 കോമൺ, 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 7 4s are 28. അപ്പോൾ 7 ഇവിടെയാണെങ്കിലും 13 4s are 52. അപ്പോൾ 13. അപ്പോൾ 7/13 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കാർഡ് ഓർ എ കിങ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. If A and B are 2 events of a sample space with P of A is equal to 0.54, P of B is equal to 0.69, P of A intersection B is equal to 0.35. Find P of A complement intersection B complement. അപ്പോൾ എങ്ങനെയാണ് P of A complement intersection B complement കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു A complement intersection B complementനെ A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻ്റ് ആക്കി എഴുതാം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് P ഓഫ് A യൂണിയൻ B. ഇനി P ഓഫ് A യൂണിയൻ B കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് 1 മൈനസ് P ഓഫ് A യൂണിയൻ B, P ഓഫ് A പ്ലസ് P ഓഫ് B മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് P ഓഫ് A എന്ന് പറയുന്നത് 0.54 പ്ലസ് P ഓഫ് B 0.69 മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B 0.35 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ്, നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ചെയ്യാം. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0.54ഉം പ്ലസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.34ഉം which is equal to 1 minus 0.88. 1 minus 0.88. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 0.12. So probability of A complement intersection B complement is equal to 0.12. ഇനി next one. If A and B are even such that P of A equal to 1/4, P of B equal to 1/2, P of A intersection B equal to 1/6, then find P of A or B. അപ്പോൾ A or B എന്ന് പറയുമ്പോൾ P of A യൂണിയൻ Bക്കാണ് P of A or B പറയുന്നത്. സോ P of A പ്ലസ് P of B minus P of A intersection B. That's equal to P of A is 1/4, P of B is 1/2, P of A intersection B is 1/6. ഇനി ഒന്നെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് എല്ലാം കോമൺ ആക്കിയിട്ട്
LCM എടുത്ത് ചെയ്യാം. 24 ഡിനോമിനേറ്റർ ആക്കാം. 24 ഡിനോമിനേറ്റർ ആക്കണമെങ്കിൽ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 12 ആൻഡ് ഇവിടെ 4, which is equal to 6 plus 8, that is 14 by 24. So 14 by 24 is 7 by 12. ഇനി അവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്. സോ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് is equal to P of A union B whole complement എന്ന് പറഞ്ഞാൽ 1 minus P of A union B, which is equal to 1 minus 7 by 12. അവിടെ ഓൾറെഡി P of A union B നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 minus 7, that is 5 by 12. ഇനി നെക്സ്റ്റ് വൺ, if P of A is equal to 2 by 11, then find P of A complement. P of A complement എന്ന് പറയുന്നത് 1 minus P of A ആണ്. That is 1 minus 2 by 11. 1 minus 2 by 11 is equal to 11 minus 2. 11 minus 2, that is 9. 9 by 11. അതാണ് ഫസ്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് ആൻസർ എന്താ അവിടെ? 4 cards are drawn from a well shuffled deck of 52 cards. What is the probability of obtaining 3 diamonds and 1 shade? 4 cards ആണ് നമ്മൾ എടുക്കുന്നത്. 52 cardsൽ നിന്ന് 4 cards ആണ് എടുക്കുന്നത്. What is the probability of getting 3 diamonds and 1 shade? അപ്പോൾ നമുക്ക് 3 diamondsഉം വേണം, ഒരു സ്പേഡും വേണം. ഷെയ്ഡല്ല, സ്പേഡ്. Okay. So what is the probability of obtaining 3 diamonds and 1 spade? അപ്പോൾ 3 diamonds, എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ട് അവിടെ? 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ട് അല്ലേ? 13 ഡയമണ്ട് കാർഡ്സിൽ നിന്ന് 3 എണ്ണമാണ് എടുക്കേണ്ടത്. അതേപോലെ സ്പേഡ് എത്ര ഉണ്ട്? 13 തന്നെ ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു സ്പേഡ് എടുക്കണം. ടോട്ടൽ നമ്മൾ 4 കാർഡ്സ് ആണ് എടുക്കേണ്ടത്. സോ probability of obtaining 3 diamonds and 1 spade is equal to 13 diamond cards in 3 diamond card. അപ്പോൾ 13C3 into 1 spade. ഫ്രം 13 സ്പേഡ് കാർഡ്സിൽ നിന്ന് ഒരു സ്പേഡും. അപ്പോൾ ടോട്ടൽ ഇവിടെ കണ്ട 4i ഹോൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ആവുമ്പോൾ നമ്മൾ താഴെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ 52C4, 13C3 ഇൻറ്റു 13C1 ഡിവൈഡഡ് ബൈ 52C4. അപ്പോൾ ഇവിടെ 13C3 എന്ന് പറഞ്ഞാൽ 13 ഡയമണ്ട് കാർഡ്സിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു, 13 സ്പേഡിൽ നിന്ന് ഒരു സ്പേഡ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ 4 കാർഡ്സ് എടുക്കുന്നത്. പിന്നെ ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെന്നില്ല, അങ്ങനെ വെച്ചാൽ മതി. വലിയ വാല്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. അതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എ ഈക്വൽ ടു 1/4, ദെൻ പി ഓഫ് നോട്ട് എ. നോട്ട് എ എന്ന് പറയുമ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് is equal to 1 minus P of A. 1 minus P of A, that is 1 minus 1/4, which is equal to 3/4. അപ്പോൾ ഏതാ ഓപ്ഷൻ ഇവിടെ വരുന്നത്? ഫസ്റ്റ് വൺ ഇസ് മാപ്പിംഗ് ടു, ഇവിടെ മാച്ച് ചെയ്യുന്നത് തേർഡ് ആണ് കറക്റ്റ്. അതേപോലെ സെക്കൻഡ് വൺ, പി ഓഫ് എ ഈസ് ഈക്വൽ ടു 1/3, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/4, പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1/12. അങ്ങനെയാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ പി ഓഫ് എ, ദറ്റ് ഈസ് 1/3 പ്ലസ് 1/4 മൈനസ് 1/12, ദറ്റ് ഈസ്
4 plus 3, 7. 7 minus 1, 6 by 12. 6 by 12 common എന്താണ് വരിക? 6 common ആണ്. So 1 by 2. അപ്പോൾ സെക്കൻഡ് ആൻസർ മാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണിലേക്കാണ്. ആൻസർ 1 by 2. Then third answer, if S is the sample space, then P of S. S sample space ആണെങ്കിൽ probability of the sample space is 1. സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ 3 ക്വസ്റ്റ്യൻ അവിടെ ഉള്ളൂ. അപ്പോൾ ആ 3 ആൻസേഴ്സ്. പിന്നെ ഇനി നെക്സ്റ്റ് വൺ, 6th ക്വസ്റ്റ്യൻ. ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കാണാം ഈ ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, 30 സെലക്റ്റഡ് ഫോർ NCC, 32 selected for NSS and 24 selected for both NSS and NCC. If one of these students is selected at random, find the probability that the student selected for NCC or NSS. Pinne, the student has selected neither NCC nor NSS. So, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? സ്റ്റുഡൻറ്റ് സെലക്റ്റഡ് ഫോർ NCC or NSS എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ആണ് ഇവിടെ കാണേണ്ടത് കേട്ടോ. ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് NCC, സ്റ്റുഡൻറ്റ് സെലക്റ്റഡ് ഫോർ NCC ഓർന് യൂണിയൻ NSS. ദാറ്റ്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് NCC പ്ലസ് P ഓഫ് NSS മൈനസ് P ഓഫ് NCC ഇൻ്റർസെക്ഷൻ NSS. ഇനി P ഓഫ് NCC ഓപ്റ്റ് ചെയ്യുന്നത് 30 സെലക്റ്റഡ് ഫോർ NCC. അപ്പോൾ പ്രോബബിലിറ്റി ഇവിടെ ടോട്ടൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. 30 ആർ സെലക്റ്റഡ് ഫോർ NCC. സോ 30 by 60. ഇപ്പോൾ NCCക്ക് സെലക്ട് ചെയ്തത് പ്രോബബിലിറ്റി 30 divided by 60 പ്ലസ് NSSനോ അവിടെ 32 ആണ് സെലക്റ്റഡ്. സോ 32 by 60 മൈനസ് രണ്ടിനും സെലക്ട് ചെയ്തത് അവിടെ 24 ആർ സെലക്റ്റഡ് ഫോർ ബോത്ത്. 24 divided by 60 which is equal to, ഇത് ആഡ് ചെയ്യുമ്പോൾ 30 plus 32, 62. 62 minus 24. 62 minus 24. That is 38. So 38 by 60. 38 by 60 എന്ന് പറയുമ്പോൾ 2 കോമൺ ആണ്. 19 divided by 30. അപ്പോൾ those who are probability of that the student selected for NCC or NSS. അതാണ് ഇപ്പോൾ ആദ്യം കിട്ടിയത്. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? ദ സ്റ്റുഡൻറ്റ് ഹാസ് സെലക്റ്റഡ് നൈദർ NCC നോർ NSS. അപ്പോൾ രണ്ടും സെലക്ട് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് NCC ഇല്ല എന്ന് പറയുമ്പോഴാണ് നോട്ട് വരുന്നത്. നോട്ട് വരുമ്പോൾ കോംപ്ലിമെൻറ്റ്. നോർ NSS. അപ്പോൾ ഇൻ്റർസെക്ഷൻ NSS കോംപ്ലിമെൻറ്റ് രണ്ടും എടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ NCC യൂണിയൻ NSS whole complement. That means it is 1 minus P of NCC union NSS. ഇത് നമുക്കിവിടെ കിട്ടിയ ആൻസർ അല്ലേ? 1 minus 19 by 30 which is equal to, the cross multiply ചെയ്യുമ്പോൾ 30 minus 19, that is 11. 11 by 30. അപ്പോൾ അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. 2 students, Anil, Ashima, appeared in an examination. The probability that Anil will qualify the examination is 0.05 and that Ashima will qualify the examination is 0.10. The probability that both will qualify the examination is 0.02. Find the probability that both will not qualify the examination. Second question, only one of them will pass. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ആ പ്രോബബിലിറ്റീസ് എന്തൊക്കെയാണ് അവിടെ? അനിൽ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി 0.05. സോ പ്രോബബിലിറ്റി ദാറ്റ് അനിൽ വിൽ ക്വാളിഫൈ
is equal to 0.05 and probability that Ashima will qualify 0.10. Both will qualify. Probability that Anil and Ashima will qualify. Intersection. Ashima. That's equal to 0.02. Find the probability that both will not qualify. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അനിലും ക്വാളിഫൈ ചെയ്യുന്നില്ല, പിന്നെ അഷിമയും ക്വാളിഫൈ ചെയ്യുന്നില്ല. ഇതാണ് കാണേണ്ടത്. That is equal to probability of Anil union Ashima whole complement. എന്ന് വെച്ചാൽ എന്താ? That is equal to whole complement വന്നു കഴിഞ്ഞാൽ 1 minus P of Anil union Ashima. ഇനി ഇവരുടെ യൂണിയൻ, പ്രോബബിലിറ്റി ഓഫ് അനിൽ യൂണിയൻ അഷിമ, അത് കാണണമെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ഇതെങ്ങനെയാണ് കാണുക? പ്രോബബിലിറ്റി ഓഫ് അനിൽ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് അഷിമ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ അനിൽ ഇൻ്റർസെക്ഷൻ അഷിമ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അനിൽ എന്ന് വെച്ചാൽ 0.05, അഷിമയുടെ 0.10 മൈനസ് 0.02 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ്, ഇത് ആഡ് ചെയ്യുമ്പോൾ 0.05 പ്ലസ് 0.10 എന്ന് പറഞ്ഞാൽ 0.15, 0.15 മൈനസ് 0.02 that is 0.13, 1 minus 0.13 is 0.87. അപ്പോൾ both will not qualify, രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി 0.87. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൺലി വൺ ഓഫ് ദം വിൽ പാസ്, ആരെങ്കിലും ഒരാളെ പാസ്സാവുള്ളൂ. സോ പ്രോബബിലിറ്റി അനിൽ പാസ്സാവുകയാണെങ്കിൽ ഇഫ് അനിൽ പാസ് അഷിമ പാസ്സാവില്ല അല്ലേ. അപ്പോൾ അനിലിനെ നമുക്ക് എ എന്നും അഷിമേനെ ബി എന്നും എടുക്കാം. അനിൽ ഇസ് ഈക്വൽ ടു എ ആൻഡ് അഷിമ, അപ്പോൾ എഴുതാൻ സുഖമാണ്, ഇസ് ബി. അപ്പോൾ എ പാസ്സായാൽ ബി പാസ്സാവില്ല, അതാണ് എ ബി കോംപ്ലിമെൻറ്റ്. ഓർ അനിൽ പാസ്സായാൽ, അനിൽ പാസ്സായില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ അഷിമ പാസ്സാവും. അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ് ഓർ എ കോംപ്ലിമെൻറ്റ് ബി. അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ അഷിമ ഡസ് നോട്ട് പാസ്. ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് probability of A complement into probability of B. പിന്നെ probability of A എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അനിലിൻ്റെ പ്രോബബിലിറ്റി. അനിൽ വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ 0.05 ഇൻറ്റു അഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അഷിമ ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയാണ് 0.10. അപ്പം അഷിമ വിൽ നോട്ട് ക്വാളിഫൈ മീൻസ് 1 മൈനസ് 0.10 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അനിൽ വിൽ നോട്ട് ക്വാളിഫൈ, ദറ്റ് ഈസ് 1 മൈനസ് 0.05 ഇൻറ്റു അഷിമ വിൽ ക്വാളിഫൈ 0.10 വിച്ച് ഇസ് ഈക്വൽ ടു 0.05 ഇൻറ്റു 1 മൈനസ് 0.1 ഇസ് 0.9 പ്ലസ് 1 മൈനസ് 0.05 ഇസ് 0.95 into 0.10. That is equal to, ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 4s are 5 9s are 45 3 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ 0.045 പ്ലസ് 0.95 ഇവിടെ 4 0 വരുന്നത് 0.0095. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.0095 0.045 അത് ആഡ് ചെയ്യുമ്പോൾ 514 50.0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0545. അപ്പോൾ ആരെങ്കിലും ഒരാളെ ക്വാളിഫൈ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, അതായത് ഒരാൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ മറ്റാളില്ല. ഓർ വരുമ്പോഴാണ് നമ്മൾ പ്ലസ് ഇടുന്നത്.
പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കണ്ടോ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് നോട്ട് ബി. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി പാസ്സാവുന്നില്ല, അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. 3 coins are tossed once. Find the probability of getting no head, exactly 1 head, at least 1 head, at least 2 head. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസിൽ വരുന്നത് ഒന്നുകിൽ എച്ച് എച്ച് എച്ച്, 3 ഹെഡ്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി. 1 2 3 4 5 6 7 8 8 ഔട്ട്കംസ് ആണ് 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ വരുന്നത്. 2⁻3. അപ്പം നോ ഹെഡ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ്. ഹെഡില്ല. ഹെഡില്ലാത്തത് എത്ര കേസിലാണ്? ഒറ്റൊരു കേസിലേ ഹെഡില്ലാത്തതുള്ളൂ, എല്ലാം ടെയിലാവുന്ന കേസിൽ മാത്രം. അപ്പോൾ 1/8. സെക്കൻഡ് വൺ, എക്സാക്ട്ലി 1 ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 ഹെഡ്. കറക്റ്റ് ഒരു ഹെഡ് കിട്ടുന്നത് എത്ര കേസിലാണ്? ഒരു ഹെഡ് കിട്ടുന്നത് ഇതാ, ഇവിടെ ഇതിലൊരു ഹെഡാണ്, ഇതിലൊരു ഹെഡാണ്, ഇവിടെ ഒരു ഹെഡാണ്. അപ്പോൾ 3/8. സി ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡെങ്കിലും വരുന്ന കേസ്. ഒരു ഹെഡെങ്കിലും വരുന്ന കേസിൽ നമുക്ക് അതിലും എളുപ്പം എന്താണ്? ഹെഡ് തീരെ ഇല്ലാത്തത് ഇത് മാത്രമാണ് അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ എല്ലാ കേസിലും 1 2 3 4 5 6 7 കേസസിൽ നമുക്ക് ഒരു ഹെഡെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ 7/8. പിന്നെ ഡി, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. 2 ഹെഡെങ്കിലും വരുന്നത് എത്ര കേസിലാണ്? 2 ഹെഡെങ്കിലും, മിനിമം 2 ഹെഡ്. അപ്പോൾ ഇതിൽ മിനിമം ഉണ്ട്, കാരണം 2 or more, അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 അതിൽ കൂടുതലോ. അപ്പോൾ ഇവിടെ 1 2 3 4 4 കേസസിൽ നമുക്ക് മിനിമം 2 ഹെഡ്സ് വരുന്നുണ്ട്. അപ്പോൾ 4/8. അപ്പോൾ ഇത്രയാണ് ഏകദേശം. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ നോട്ട് എ, പിന്നെ യൂണിയൻ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.